വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വെയിറ്റി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആക്ഷൻ ആൻഡ് സ്റ്റഫ് ലെറ്റ്സ് പ്ലേ സീരീസിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കുറച്ച് അധികം നാൾ ലെറ്റ്സ് പ്ലേ ഒന്നും ഇല്ലായിരുന്നു, വീഡിയോസൊക്കെ കുറവായിരുന്നു. ഇപ്പോഴും ടൈം കുറവാണ്, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ വരാൻ താമസിക്കുന്നത്. അപ്പം എനിവേയ്സ്, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ സെറ്റപ്പ് ആവാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം അതിനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ചാനൽ പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അവിടെ നൈറ്റ് ആവുന്നുണ്ട്. നമ്മൾ 110 ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ, ഇതുവരെ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. ഇങ്ങനെ പറയാൻ എന്തോ, ഇത് സർവൈവൽ സീരീസ് അല്ലേ, സോറി, ഹാർഡ് കോർ അല്ല. എങ്കിലും നമ്മൾ 110 ദിവസം ഈ ഒരു വേൾഡിൽ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഈ ഒരു മൈനിങ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു കമൻറ്റ് വോൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് കുറച്ച് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാരുടെയൊക്കെ പേര് ഇന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ മൈനിങ് ഏരിയയിലോട്ട് പോകാം. ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻവെൻറ്ററി തുറന്ന് കാണിച്ചു തരാം. കുറച്ച് അയണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം വെച്ചാൽ ടൂൾസ് വേണമെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വുഡ്, 4 ലോഗിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരു ബെഡ്, കുറച്ച് ടോർച്ച് കുറച്ചുകൂടി ഒന്ന് എടുത്താലോ. ടോർച്ച് ഇനി കോളുണ്ടെങ്കിൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോവാം. ഇനി നമ്മുടെ മൈനിങ് ഏരിയയിലേക്ക് ഇറങ്ങാം. അതിനുമ്പോൾ ഇവിടുന്ന് ഫുഡ് വല്ലതും ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമുക്ക് ഓഫ് ക്യാമറയിലൊരു ചെറിയൊരു മറ്റേ സ്വീറ്റ് ബെറിയുടെ ഫാം സെറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പ്ലാനിൽ ഞാൻ നോക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്യാം ഗൈസ്. ഓ, ചെറുതായിട്ട് ഞാൻ ആ ലീഫ് കൂടെ പൊട്ടിച്ച് ഗൈസ്, അത് വിഷയമില്ല, നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇത്ര സെറ്റ് കിട്ടി. വീട്ടിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡോടെ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൈനിങ്ങിന് ഇറങ്ങാൻ. നമ്മൾ ഡയമണ്ട് കുറച്ചുകൂടെ കണ്ടുപിടിക്കണം, അതാണ് നമ്മളുടെ ഗോള്. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വില്ലേജർ ബ്രീഡർ ഫാം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതൊന്നും ഇനി വൈകിപ്പിക്കുന്നില്ല. വില്ലേജർ ബ്രീഡർ ഫാം, അതുപോലെ തന്നെ നമ്മളുടെ സംഭവങ്ങളുണ്ടല്ലോ, ഏതാ, നമുക്ക് ആവശ്യമുള്ള കുറച്ച് ബിൽഡുകൾ, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുള്ള ബിൽഡുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. വീട്ടിൻ്റെ സീഡ് കയ്യിരിക്കുന്നത് ഇവിടെ ഒഴിപ്പിക്കാൻ വല്ല പെട്ടി ഇതിനകത്തോട്ട് തൽക്കാലം ഇട്ടേക്കാം. ഇതാണ് നമ്മളെ വേസ്റ്റ് നിക്ഷേപിക്കുന്ന പെട്ടി, അതുകൊണ്ട് അവിടെ വിഷയമില്ല. നമുക്ക് ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങാം, മൈനിങ് ഏരിയയിലോട്ട് പോവാം. ഇനി കുറച്ച് നേരം അധികം നീണ്ടു നിൽക്കുന്ന ഒരു മൈനിങ് സെഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടുന്ന് റെയിൽ താഴെ അറ്റം വരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അത് നമുക്ക് വഴിയെ സെറ്റ് ചെയ്യണം. ഇപ്പം അയണിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കേ, ഓ, ഈ 2 മാത്രമേ ഉള്ളായിരുന്നോ? ശരി, അത് മോശം. ഇപ്പം നമുക്ക് ഇനി ബാക്കി കൂടെ കുഴിച്ച് അതിനെ 59 പോവാം. ഞാൻ ആദ്യമേ ഇവിടെ ആയിരുന്നു കുഴിച്ചുകൊണ്ടിരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ATGയുടെ വീഡിയോയ്ക്കകത്ത് കണ്ടപ്പം ഇവിടെ നിന്ന് കുഴിച്ചപ്പം ഡയമണ്ട് കിട്ടി, അതുകൊണ്ടാണ് ഇവിടെ കുഴിച്ചത്. പക്ഷേ ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ താഴോട്ട് പോകുന്ന ഒരു പ്ലാനിലായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു സംഭവം കിട്ടിയത്. അപ്പം ഇനി നമുക്ക് കുറച്ചധികം ഡയമണ്ടൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരുപാട് സമയം നമ്മളങ്ങനെ മൈൻ ചെയ്ത് എന്നിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന ചവറുകൾ ഫുള്ള് മുകളിൽ കൊണ്ടുവച്ചിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ -59 ഇഷ്ടം പോലെ സമയം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുഴിച്ചു നോക്കി, എന്നിട്ടും ഡയമണ്ട് കുറവാണ് ഗൈസ് ഈ ഒരു വേൾഡിൽ. അപ്പം ഞാൻ അതുകൊണ്ട് വിചാരിച്ചു നമുക്ക് എന്നാൽ പിന്നെ കേവിൽ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം കേവ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം വല്ലതൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. കുറച്ചെങ്കിലും ഡയമണ്ട്, അറ്റ്ലീസ്റ്റ് ആർമറിനുള്ള ഡയമണ്ടെങ്കിലും കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് ഇനി ഈ ഒരു ഏരിയ ഫുള്ള്
കറങ്ങി നോക്കണം. സ്ലൈമൊക്കെ കൊല്ലുന്നടേ എന്തേ. ഓക്കെ, അപ്പം ഇതൊരു സ്ലൈം ചങ്ക് ആയതുകൊണ്ട് ഇവിടെ ഇവന്മാരിങ്ങനെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും, വിഷയമില്ല. അപ്പം ഇനി ഞാൻ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യണം. സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് കുറവാണ്. അപ്പോൾ ടോർച്ചും കൂടെ കുറച്ച് മുകളിൽ പോയി ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാറിറങ്ങണം. അപ്പം ഇനി കുറച്ച് നേരത്തെ കേവ് എക്സ്പ്ലോറിന് ശേഷം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സമയത്തെ മൈനിങ്ങിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മളെ കയ്യിൽ കിട്ടിയതൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർമറൊക്കെ ഏകദേശം പൊട്ടാറായിട്ടുണ്ട്. ലെഗിൻസ് ഇപ്പം നേരത്തെ വന്നപ്പോൾ ഒരെണ്ണം കൂടെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് പോയായിരുന്നു. അപ്പം അതും ഇരിപ്പുണ്ട്. പിന്നെ ബാക്കിയൊക്കെ അതുപോലെയൊക്കെ തന്നെ കുറേ ടൂൾസൊക്കെ പൊട്ടി, സോഡൊക്കെ ഇഷ്ടം പോലെ പൊട്ടി ഗൈസ്. കാര്യം വെച്ചാൽ കേവ് മൈനിങ്ങിനാണ് പോയത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ സ്ട്രിപ്പ് മൈനിങ്ങും ചെയ്തു. എന്തായാലും ഏകദേശം നേരത്തെ കിട്ടിയതും ഇപ്പം കിട്ടിയതും ഒക്കെ ടോട്ടൽ കൂട്ടി 46 ഡയമണ്ട് നമ്മളുടെ കയ്യിൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചവറുകൾ നേരത്തെ മൈൻ ചെയ്തതും ഇന്ന് മൈൻ ചെയ്തതും ഒക്കെ ആയിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മളെ ഫുഡൊക്കെ തീർന്നു പോയായിരുന്നു ഇടയ്ക്ക് വെച്ച്. പിന്നെ സ്വീറ്റ് ബെറിയാണ് നമ്മൾ ഇപ്പോൾ കഴിക്കുന്നത്. വിഷയമില്ല, നമ്മൾ ഒരു ദിവസം തിരിച്ച് പഴയ പവറിൽ വരും. നമ്മൾ സെർവറിലൊക്കെ ഉള്ള പോലത്തെ പവറിൽ നമ്മൾ തിരിച്ചെത്തും. അപ്പം ഇനി നമുക്ക് നമ്മുടെ വേൾഡിൽ ആദ്യമായിട്ട് ആർമറൊക്കെ നമുക്ക് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ആർമറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊരു ബൂട്ടും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഈ ഒരു ആർമറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താ ഇടാൻ പറ്റത്തൊക്കെ നമുക്ക് എടുത്തിങ്ങനെ ഓരോന്ന് ഇടാം. നമുക്കിത് താഴോട്ട് എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് ഇടാം. ഓക്കെ, നമുക്കിനി ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഡയമണ്ട് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് എടുത്തിടാം. യെസ്, നമ്മളങ്ങനെ ഫുൾ ഡയമണ്ട് ആർമറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. യെസ്, ഫൈനലി നമ്മൾ ആക്ഷൻ ആൻഡ് സ്റ്റെപ്പ് ലെറ്റ്സ് പ്ലേയിൽ ഫുൾ ഡയമണ്ട് ആർമർ സെറ്റപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. നൈറ്റാണ്, അത് വിഷയമില്ല. കയ്യിൽ ബെഡുണ്ട്, ബെഡ് കയ്യിരിക്കട്ടെ. നമുക്കിത് ബെഡ് ഇവിടെ ഇടാം, കിടന്ന് ഉറങ്ങാം. എന്താടാ ഉറങ്ങാത്ത നൈറ്റ് ആയില്ലേ? മഴ പെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു സ്വോർഡ്, ഒരു ആക്സ്, ഓക്കെ, ഇതൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ്. ഒരു പിക്കാക്സ്, പിന്നെ നമുക്കൊരു വേണ്ട ഒരു ഷോവൽ. ഇത്ര ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ തന്നെ സംഭവങ്ങൾ. ബാക്കി നമുക്ക് 7 ഡയമണ്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ടോർച്ചും പിന്നെ കൊണ്ടുപോയതൊക്കെ തീർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളതിൽ കോള് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ടോർച്ചൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചത്. ഓക്കെ, അതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇവിടെ ഇന്ത്യൻ സമയമായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ ഇട്ട മറ്റേ ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വെയിറ്റി സൈനിങ് ഓഫ്. ബൈ.